ഞാൻ ഇനി മേലെ ഡേറ്റിംഗ് ആപ്പിൽ നിന്ന് ഡേറ്റ് ചെയ്യുന്ന പരിപാടി നിർത്തി. കാരണം ഞാൻ ഈയിടെ ഒരു പെങ്കച്ചുമായിട്ട് മാച്ച് ആയി. അവളുമായിട്ട് കുറച്ച് ദിവസം സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ ഇന്ന് ഡേറ്റ് പ്ലാൻ ചെയ്തു. ഞങ്ങൾ ഇന്ന് മീറ്റ് ചെയ്തു. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം അവൾക്കൊരു ഫോൺ വന്നു. ഫോൺ വന്നപ്പോൾ അവൾ സംസാരിച്ച് എന്നിട്ട് പറഞ്ഞു, എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തു പോകണം, എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അവൾ പുറത്തു പോയി. പിന്നെയും തിരിച്ചു വന്നു. പിന്നെയും കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം അവൾക്ക് പിന്നെ ഒരു ഫോൺ വന്നു. അവൾ പറഞ്ഞു, എൻ്റെ ഒരു ഒറ്റ മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം, എൻ്റെ ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ. നമ്മൾ നിന്നല്ല, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു ദിവസം മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞില്ല, ഒരു അർജന്റ് സിറ്റുവേഷൻ, ജസ്റ്റ് ഒന്ന് പോയി ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ അവളൊരു ഫ്രണ്ടുമായിട്ട് അവരുടെ ഒരു ചെറുക്കനുമായിട്ട് ആർഗ്യുമെന്റ് ചെയ്തുകൊണ്ട് അകത്തോട്ട് വരുന്നു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ഇതെന്റെ എക്സ് ആണ്, ഞങ്ങളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറ്റി ഞങ്ങൾ ബ്രേക്കപ്പ് ആയതാണ്, എനിക്ക് ഇവൾ പിന്നെയും തിരിച്ചു വേണം. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, എന്റെ മൂവ് ഓണായി, ഞാൻ മൂവ് ഓണായി, ഇനി എനിക്ക് ഇവനുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന്. പക്ഷെ ആ ചെറുക്കൻ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, എനിക്കൊരു ചാൻസ് കൂടെ വേണം. ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യും. അതിപ്പോൾ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ചെയ്യാനാണെങ്കിലും പാച്ചപ്പ് ചെയ്യാനാണെങ്കിലും നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞു. പക്ഷെ നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്കാം. അപ്പോൾ പറഞ്ഞു, വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം, അല്ലെങ്കിൽ ചെറുക്കൻ എന്നെ ഡ്രോപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവളുടെ എക്സ് ഡ്രോപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നു. എനിക്കിപ്പോൾ മനസ്സിലാവാത്തത് ഈ ജനറേഷനിലെ ഡേറ്റിംഗ് സിനാരിയോ എന്ത് മോശമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഡേറ്റ് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വട്ടുപിടിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ നിങ്ങളോട് പിന്നെ സംസാരിക്കാവേ, എൻ്റെ വൈഫ് വന്നെന്ന് തോന്നുന്നു.